74 വയസ്സുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഊർജ്ജസ്വലതയും ആരോഗ്യവും കൊണ്ട് എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഒരു റോൾ മോഡൽ തന്നെയാണ്. പല രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവരുടെ സഹായത്തോടെ ഇപ്പോഴും പിച്ച വയ്ക്കുമ്പോൾ 74 വയസ്സുള്ള മോദിയുടെ ഫിറ്റ്നസ് എടുത്തു തന്നെ പറയണം. ഇപ്പോഴിതാ 50 വർഷത്തിലേറെയായി പിന്തുടരുന്ന തന്റെ ഫിറ്റ്നസ് ദിനചര്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. US ആസ്ഥാനമായുള്ള പോഡ്കാസ്റ്ററും AI ഗവേഷകനുമായുള്ള ലെക്സ് ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിലാണ് മോദിയുടെ ഈ വെളിപ്പെടുത്തൽ. വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത കാലയളവിൽ എടുക്കുന്ന ഉപവാസങ്ങളാണ് മോദി പങ്കുവച്ചത്. ജൂൺ പകുതിയോടെ ആരംഭിച്ച് ദീപാവലി കഴിയുന്നതുവരെ 4 മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ കാലയളവായ ചതുർമാസ് എന്ന പുരാതന ഇന്ത്യൻ പാരമ്പര്യമാണ് താൻ പിന്തുടരുന്നത്. ഈ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കൂ. മഴക്കാലത്ത് ദഹനം മന്ദഗതിയിലാകുമെന്നതിനാൽ ഈ രീതി ശരീരത്തിന് പ്രയോജനകരമാകുന്നു. നവരാത്രി വ്രതത്തിന്റെ ഭാഗമായി ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും 9 ദിവസം ചൂടുവെള്ളം മാത്രം കുടിക്കുകയും ചെയ്യുന്നു. ചൂടുവെള്ളം കുടിക്കുന്നത് എല്ലായ്പ്പോഴും തൻ്റെ ദിനചര്യയുടെ ഭാഗമാണെന്നും കാലക്രമേണ ഇത് തൻ്റെ ജീവിതശൈലിയുമായി പൊരുത്തപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ ചൈത്ര നവരാത്രി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഈ സമയത്ത് 9 ദിവസത്തേക്ക് ഒരു പഴം മാത്രം കഴിക്കുന്നു. അതായത് പപ്പായ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 9 ദിവസവും പപ്പായ മാത്രം കഴിക്കും, മറ്റൊന്നും തൊടില്ലെന്നും 5 പതിറ്റാണ്ടിലേറെയായി തൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പാരമ്പര്യമാണ് ഉപവാസമെന്നും മോദി പറയുന്നു. കൂടാതെ ഉപവാസത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും മോദി അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഉപവാസം ശരീരത്തെ ദുർബലപ്പെടുത്തുമെന്ന പൊതുധാരണയെ മാറ്റിവെച്ച് മനസ്സിനെയും ആത്മാവിനെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് താൻ അതിനെ കാണുന്നത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഗന്ധം, സ്പർശം, രുചി തുടങ്ങിയ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വളരെ സെൻസിറ്റീവ് ആകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഉപവാസം ഒരുതരം സ്വയം അച്ചടക്കമാണ്. അത് ഒരു സമർപ്പണ പ്രവൃത്തിയാണ്. അത് തന്നെ മന്ദഗതിയിലാക്കുന്നില്ല, മറിച്ച് കൂടുതൽ മൂർച്ചയുള്ളവനാക്കുന്നു. ഉപവാസം ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല, ശരീരത്തെ വീണ്ടും സന്തുലിതമാക്കുക, ഇച്ഛാശക്തി ശക്തിപ്പെടുത്തുക, ആന്തരിക ഐക്യം കൈവരിക്കുക എന്നിവയാണ് ചെയ്യുന്നതെന്നാണ് മോദി പറയുന്നത്.